നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജോൻ ഗാംബർ ട്രോഫിയിൽ FC ബാഴ്സലോണ തകർന്ന തരിപ്പണമായി ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് AS മൊണാക്കോ അവരെ പരാജയപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഇതൊരു ഫ്രണ്ട്ലി മത്സരമാണ്. പക്ഷേ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷണൽ ആയിട്ട് അവരുടെ താരങ്ങളെ ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന സീസൺ കേർട്ടൺ റൈസർ മത്സരമാണിത്. ആ കളിയിൽ ടീം ഇങ്ങനെ തകർന്നടിഞ്ഞത് തീർച്ചയായിട്ടും ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കി. അവർ ടീമിനെ കൂവി വിളിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായി. ഏകപക്ഷീയമായ 3 ഗോളുകൾ ബാഴ്സലോണ പരാജയം 3 ഗോളുകൾക്ക് തോൽക്കുമ്പോൾ മൊണാക്കോയുടെ ഭാഗത്ത് ഗോളുകൾ നേടിയത് ലാമിൻ കമേറ, ബ്രെയിൽ എംബോലോ, ക്രിസ്ത്യൻ മവിസ എന്നിവരായിരുന്നു. ബാഴ്സയുടെ മൈതാനത്ത് അവരുടെ ടീമിനെ പ്രസന്റ് ചെയ്തതിനു ശേഷം കളിക്കാനിറങ്ങിയപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി, റാഫീഞ്ഞ, ടോഴെ, പാവ് വിക്ടർ തുടങ്ങിയവരൊക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്താവട്ടെ എംബോലോ അതുപോലെ ബലോഗൺ എന്നിവർ ചേർന്നുകൊണ്ടാണ് മൊണാക്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിലാണ് മൊണാക്കോയുടെ ഗോളുകളൊക്കെ പിറക്കുന്നത്. അത് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിൽ നിരവധി സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടായിരുന്നു. ലാമിൻ യമാൽ അടക്കമുള്ളവർ കളിക്കളത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ബാഴ്സ 3 ഗോളുകൾ വഴങ്ങി തോൽക്കുന്ന അവസ്ഥയാണ് രണ്ടാം പകുതിയിൽ ഉണ്ടായത്. 50-ാമത്തെ മിനിറ്റിൽ ലാമിൻ കമാര മൊണാക്കോയെ മുന്നിലെത്തിച്ചു. തുടർന്ന് 57-ാമത്തെ മിനിറ്റിൽ ബ്രെയിൽ എംബോളോ അവരുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ഒടുവിൽ 86-ാമത്തെ മിനിറ്റിൽ ക്രിസ്ത്യൻ മാവിസ കൂടി ഗോളടിച്ചപ്പോൾ ബാഴ്സലോണയുടെ തകർച്ച പൂർത്തിയായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.